അപ്പൊ നമ്മളെല്ലാവരും 2ാം ക്ലാസ്സിൽ എത്തിയല്ലേ ഇപ്പൊ അല്ലേ? Today is our first class on mathematics. Maths നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആണ് ഇന്ന്. കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ടോ? കഴിഞ്ഞ വർഷം പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? 2 മാസം ആയല്ലേ ബുക്കൊന്നും നോക്കാത്തെ അല്ലേ? ഓർമ്മയുണ്ടോ പഠിച്ചതൊക്കെ? ഉണ്ടെന്നോ ഇല്ലാന്നോ? എന്താ റിപ്ലൈ ഇല്ലാത്ത ആരുടെയും ഭാഗത്തുനിന്ന്? യെസ്, ഓർമ്മയുണ്ടെങ്കിൽ ഒരു തമ്പ് കാണിച്ച മിസ്സിന്. യെസ്, വെരി ഗുഡ്. നിങ്ങളൊക്കെ നല്ല മക്കളല്ലേ, നിങ്ങൾക്കൊന്നും മറന്നു പോകില്ല മിസ്സിന് അറിയാം. അപ്പോ our first chapter is revision. Do you have a textbook? Textbook ഉണ്ടോ എല്ലാവരുടെ കയ്യില്? ഉണ്ടോ? എല്ലാവരുടെ കയ്യിലുണ്ടോ? ഇല്ലാത്തവരൊന്ന് കൈവന്നിച്ച് raise your hand. Those who don't have textbook, please raise your hand. Okay, എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലേ? റസീൻ യൂസഫിനില്ലേ? Don't worry. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ടെക്സ്റ്റ് കിട്ടുന്നത് വരെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം കേട്ടോ ടെക്സ്റ്റിലുള്ളത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് നമ്മള് ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ എന്തൊക്കെയാ പഠിച്ചതെന്ന് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കണ്ടാൽ ഫസ്റ്റ് ചാപ്റ്റർ റിവിഷൻ ആണ് അല്ലേ? കണ്ടോ? ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത് റിവിഷൻ ആണ്. നമ്മൾ കഴിഞ്ഞ തവണ എന്തൊക്കെ പഠിച്ചു എന്നുള്ളത് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ ആണ് ഫസ്റ്റ്. നമുക്ക് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം അല്ലേ? എന്തൊക്കെയായിരുന്നു പഠിച്ചത് നമ്മള് 1ാം ക്ലാസ്സില്? ആരാ പറഞ്ഞിരുന്നേ? ആരാ പറഞ്ഞിരുന്നേ 1ാം ക്ലാസ്സിൽ എന്തൊക്കെയാ പഠിച്ചേന്ന്? ഓക്കെ, ഫാത്തിമ KM ഈസ് റെഡി. പറഞ്ഞോ മോളെ, നമ്മൾ എന്തൊക്കെയാ പഠിച്ചേ? ഓർമ്മയുണ്ടോ നോക്കട്ടെ. അഡീഷൻ പഠിച്ചു. സബ്ട്രാക്ഷൻ പഠിച്ചു അല്ലേ? സബ്ട്രാക്ഷൻ പഠിച്ചു. പിന്നെ എന്തോ? ലെസ് ദാൻ ഗ്രേറ്റർ ദാൻ അതൊക്കെ പഠിച്ചു. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ 2-3 നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മൾ പഠിച്ചു. പിന്നെ ടൈം, മണി അല്ലേ? മെഷർമെന്റ് ഇതൊക്കെ പഠിച്ചില്ലേ? ഇതൊക്കെ ഓർമ്മയുണ്ടോ? നിങ്ങൾ സമയം നോക്കാൻ പഠിച്ചോ? മിസ് പറഞ്ഞതുപോലെ ക്ലോക്കിൽ സമയം നോക്കാൻ പഠിച്ചോ? ഷേപ്സ് പഠിച്ചു. പിന്നെന്താ? കുറേ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലേ? 1000 വരെയുള്ള നമ്പേഴ്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രാക്ഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കണ്ടിന്യൂഷൻ ആണ് നമുക്ക് ഈ വർഷം പഠിക്കാനുള്ളത്. അപ്പൊ അതൊക്കെ ഓർമ്മ വേണ്ടേ? വേണ്ടേ? കഴിഞ്ഞ വർഷം പഠിച്ചത് ഓർമ്മയില്ലെങ്കിൽ ഈ വർഷം അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ ഒരു ക്ലാസ്സിൽ പഠിച്ചത് തൊട്ടടുത്ത ക്ലാസ്സിലേക്ക് പോകുമ്പോൾ മറന്നു പോകാൻ പാടില്ല. അത് അവിടെ വെച്ചിട്ട് വരാൻ പാടില്ല. നമ്മൾ എപ്പോഴും മൈൻഡിൽ അത് ഉണ്ടായിരിക്കണം. ഓക്കെ? അപ്പൊ നമ്മള് ഫസ്റ്റ് നമ്മുടെ റിവിഷനിലെ ഫസ്റ്റ് ആക്ടിവിറ്റി ഒന്ന് നോക്കിയേ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്താ? ഫിൽ ഇൻ ദ മിസ്സിംഗ് നമ്പേഴ്സ് അല്ലേ? 100 വരെയുള്ള നമ്പേഴ്സ് ഒരു മതിലിന്റെ ബ്ലോക്സിന്റെ മേലെ ഓരോ നമ്പർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. എല്ലാരും കാണുന്നുണ്ടോ? ടെക്സ്റ്റ് ബുക്കില് ഉണ്ടോ? ഓക്കെ, അപ്പൊ അതിന് കുറച്ച് നമ്പേഴ്സ് മാത്രം ആ ബ്ലോക്സിന്റെ മേലെ എഴുതിയിട്ടുണ്ട്. ബാക്കി നമ്മൾ ഫില്ല് ചെയ്യണം. ആരും ഇപ്പൊ ചെയ്ത് തുടങ്ങണ്ട, മിസ് പറയുമ്പോ ചെയ്താൽ മതി. ബാക്കിയുള്ളത് നമ്മള് ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് അവിടെ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റി എന്താണെന്നറിയോ? എന്താ?
Color pink the bricks whose number names end with T and Y. നമ്മൾക്ക് നമ്പർ നെയിംസ് അറിയാലോ. നമ്പർ നെയിംസ് അറിയാലോ. 1, 2, 3 നമ്മൾ എങ്ങനെയാണോ നമ്പേഴ്സ് വായിക്കുന്നത്, that are the number names. ഫിഗേഴ്സിൽ എഴുതുന്നതിനെ നമ്മൾ എങ്ങനെയാണോ വായിക്കുന്നത്, നമ്മൾ നമ്പർ എഴുതിയിട്ട് എങ്ങനെയാണോ വായിക്കുന്നത്, അതാണ് നമ്പർ നെയിംസ്. നമ്പർ നെയിംസ് സ്പെല്ലിംഗ്, എല്ലാ നമ്പേഴ്സിന്റെയും സ്പെല്ലിംഗ് അറിയാലോ. 100 വരെയുള്ള നമ്പേഴ്സ് നിങ്ങൾക്ക് എഴുതാൻ അറിയാലോ. സ്പെല്ലിംഗ് പഠിച്ചതല്ലേ നമ്മള്, അല്ലേ? അപ്പോ നിങ്ങൾ ഈ ബ്ലോക്സിന്റെ മേലെ ഇതുപോലെയല്ലേ ഉള്ളത്, ഈ ബ്ലോക്സിന്റെ മേലെ എന്തെഴുതണം? വിട്ടുപോയ നമ്പേഴ്സ് എല്ലാം എഴുതണം. വിട്ടുപോയ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ട്, ഇപ്പൊ ആരും എഴുതണ്ട, മിസ് പറഞ്ഞിട്ട് ചെയ്താൽ മതി. വിട്ടുപോയ നമ്പേഴ്സ് എല്ലാം എഴുതിയിട്ട് എന്ത് ചെയ്യണം? നമ്പർ നെയിം ടിയും വൈയും എൻഡ് ചെയ്യുന്നത്. നമ്മൾ വായിക്കുന്ന സമയത്ത് ടിയോ വൈയോ ഏറ്റവും ലാസ്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് എന്ത് കൊടുക്കണം? പിങ്ക് കളർ കൊടുക്കണം. ഇപ്പൊ 8 എന്ന് പറയുന്ന നമ്പർ EIGHT, 8ന്റെ ഏറ്റവും ലാസ്റ്റ് വരുന്നത് ടി ആണ് അല്ലെ, 8. അപ്പൊ 8ന് എന്ത് കളർ കൊടുക്കണം? പിങ്ക് കളർ കൊടുക്കണം ആ ബ്ലോക്കിന്. അതുപോലെ 20, TWENTY, 20. Y ആണ് എന്ത് ചെയ്യുന്നത്? ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്റർ Y ആണ്. അപ്പൊ ആ Y വരുന്ന നമ്പറിനും പിങ്ക് കളർ കൊടുക്കാം. ഏതൊക്കെ നമ്പേഴ്സിനാ പിങ്ക് കളർ കൊടുക്കണ്ടേ? ഏറ്റവും ലാസ്റ്റ് നമ്പർ നെയിംസിന്റെ ലാസ്റ്റ് ലെറ്റർ ടി അല്ലെങ്കിൽ Y വരുന്നുണ്ടെങ്കിൽ ആ നമ്പേഴ്സിന് പിങ്ക് കളർ കൊടുക്കാം. അടുത്തത്, കളർ ബ്ലൂ ദ ബ്രിക്സ് whose number names end with R and N. നമ്പർ നെയിം എൻഡ് ചെയ്യുന്നത് R അല്ലെങ്കിൽ N ആണെങ്കിൽ, ഇപ്പൊ 10, TEN, 10 അല്ലെ, ഏറ്റവും ലാസ്റ്റ് വരുന്ന ലെറ്റർ N ആണ്. സോ കളർ ദ ബ്രേക്ക് in blue. R അല്ലെങ്കിൽ N ആണ് വരുന്നതെങ്കിൽ ബ്ലൂ കളർ കൊടുക്കാം. എന്താ ദീന? പറയായോ? അതിനൊക്കെ എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ചാപ്റ്റർ, നമ്മളെ റിവിഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ ഇല്ലേ, നിങ്ങളുടെ ടെക്സ്റ്റിൽ കാണുന്ന ഫസ്റ്റ് ചാപ്റ്റർ. ഇനി അതിന് താഴെ ഒരു ഗേൾ അവിടെ നിന്നിട്ട് പറയുന്നുണ്ടോ, കളർ ദി റിമൈനിങ് ബ്രിക്സ് ഗ്രീൻ. നമ്മൾ കുറെ ബ്രിക്സിന് പിങ്ക് കളർ കൊടുക്കുന്നു, കുറെ ബ്രിക്സിന് ബ്ലൂ കളർ കൊടുക്കുന്നു, ബാക്കി കളർ ഇല്ലാത്തത് കുറെ ഉണ്ടാവില്ലേ, അതിനെന്ത് കൊടുക്കണം? ഗ്രീൻ കളർ കൊടുക്കണം. അപ്പൊ ഇത് ചെയ്യണമെങ്കിൽ, ഈ വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം? കളർ പെൻസിലും കൂടി വേണം. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. നിങ്ങൾ ഇപ്പൊ ഇതൊക്കെ എഴുതി കളറൊക്കെ കൊടുത്ത് വരുമ്പോഴേക്ക് ഒരുപാട് സമയം എടുക്കൂലേ? ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കളർ കൊടുക്കാനായതുകൊണ്ട് ഇഷ്ടമുണ്ടാവും. ഹോംവർക്ക് ആയിട്ട് ചെയ്യുമ്പോ എന്ത് ചെയ്യണം? നല്ല നീറ്റായിട്ട് എഴുതി, നീറ്റായിട്ട് കളർ കൊടുത്ത്, നല്ല ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ കഴിഞ്ഞ വർഷം ചെയ്തതുപോലെ തന്നെ മിസ്സിന്റെ പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരാം. പേഴ്സണൽ നമ്പർ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. ഓക്കെ, പേഴ്സണൽ നമ്പറിലേക്ക് അയച്ചു തരാം മിസ്സിന്റെ. എന്റെ പേര് ജയശ്രീ എന്നാണ്, അറിയാലോ? ഓക്കെ, അപ്പൊ മിസ്സിന്റെ ഫോണിലേക്ക് അയച്ചു തരാം. ക്ലിയർ ഫോട്ടോ ആയിരിക്കണം. ഓക്കെ, പിന്നെന്താ റസീൻ എന്താ പറയാനുള്ളത്? റസീൻ ഒന്നും കേട്ടില്ല, ശരിക്കും കേട്ടില്ല. ഒന്നും കൂടിയും പറയോ മോനെ? നമ്മുടെ റിവിഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ, ഫസ്റ്റ് ചാപ്റ്ററിലെ ആദ്യത്തെ വർക്കാണ് പറഞ്ഞത്. 1 to 100 നമ്പേഴ്സ് എഴുതിയിട്ട്
അവിടെ കുറച്ച് ബ്രിക്സ് കൊടുത്തിട്ടുണ്ട്. അതില് നമ്പർ ടി അല്ലെങ്കിൽ വൈ ആണ് എന്ത് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ സ്പെല്ലിംഗ് എഴുതുന്ന സമയത്ത്, നമ്പറിന്റെ സ്പെല്ലിംഗ് എഴുതുന്ന സമയത്ത് ടി അല്ലെങ്കിൽ വൈ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നതെങ്കിൽ ആ നമ്പറിന് പിങ്ക് കൊടുക്കുക. അതുപോലെ ആർ അല്ലെങ്കിൽ എൻ ആണ് ലാസ്റ്റ് വരുന്നതെങ്കിൽ അതിന് ബ്ലൂ കളർ കൊടുക്കുക. അതുപോലെ പിന്നെ ബാക്കിയുള്ള നമ്പേഴ്സിനൊക്കെ ഗ്രീൻ കളറും കൊടുക്കുക. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ അതാരും ചെയ്യണ്ട, നിങ്ങളത് ഹോംവർക്ക് ആയിട്ട് ചെയ്താൽ മതി. നെക്സ്റ്റ്, ഇപ്പൊ ഹോംവർക്ക് ഓർമ്മയുണ്ടല്ലോ, ഇന്ന് തന്നെ എല്ലാവരും ചെയ്യണേ. അധികം വേറെ വർക്കൊന്നും ഇപ്പൊ വരാനില്ല. അപ്പൊ ഇപ്പൊ തന്നെ ഹോംവർക്ക് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരണം കേട്ടോ. നെക്സ്റ്റ് വർക്ക്, ടിക്ക് ദ കറക്റ്റ് സ്പെല്ലിംഗ്. നിങ്ങൾക്ക് സ്പെല്ലിംഗ് അറിയോ എന്നുള്ളത് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് 40 ഇതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, 40 40 നമ്മള് FORTY ആണോ അതോ FOURTY ആണോ? ഏതാ 40 സ്പെല്ലിംഗ്? ഏതാ 40 സ്പെല്ലിംഗ്? ഏതാ? അതവിടെ കൊടുത്തിട്ടുണ്ടല്ലേ. FORTY ആണ് 40 സ്പെല്ലിംഗ്. അടുത്തത് 19 NINTEEN ആണോ അതോ NINETEN ആണോ? NINETEN ആണ്. NINTEN ആണോ NINETEEN ആണോ? ഏതാ 19th സ്പെല്ലിംഗ്? ആരാ പറയുന്നേ? ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ 19th സ്പെല്ലിംഗ്? ഐഫൂന പറഞ്ഞ മോളെ. വെരി ഗുഡ്, സെക്കൻഡ് വൺ ആണ് 19th സ്പെല്ലിംഗ്. NINETEEN. നെക്സ്റ്റ്, നിങ്ങൾ അവിടെ ടിക്ക് ചെയ്തോ കേട്ടോ, ടെക്സ്റ്റ് ബുക്കിൽ ടിക്ക് ചെയ്തോ. നെക്സ്റ്റ് 12ന്റെ സ്പെല്ലിംഗ് ബിയോണാ. ഇതെന്താ സ്ക്രീനിൽ വരച്ചോണ്ടിരിക്കുന്നേ? 12 TWELVE ആണോ അതോ TWELL ആണോ? 12 ഏതാ 12ന്റെ സ്പെല്ലിംഗ്? ആരാ പറയുന്നേ? ആദ്യം ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ 12ന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞ മോനെ. ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ 12ന്റെ സ്പെല്ലിംഗ്? സെക്കൻഡ് ഇതാണോ 12ന്റെ സ്പെല്ലിംഗ്? 12 ഫസ്റ്റ്. ഓക്കെ, ഫസ്റ്റ് വൺ ആണ് 12ന്റെ സ്പെല്ലിംഗ്. TWELVE 12. ഓക്കെ, then 70. 17ന്റെ സ്പെല്ലിംഗ് ആദ്യം കൊടുത്തിരിക്കുന്നത് SEVENTY, രണ്ടാമത് കൊടുത്തിരിക്കുന്നത് SEWENTEE. ഏതാ 17ന്റെ സ്പെല്ലിംഗ്? ആരാ പറയുന്നേ? നോക്കട്ടെ. ഓക്കെ, ഇഷിക ഫസ്റ്റ് വൺ ആണോ സെക്കൻഡ് വൺ ആണോ 17ന്റെ സ്പെല്ലിംഗ്? ഫസ്റ്റ് വൺ, വെരി ഗുഡ്. SEVENTY ആണ് 70യുടെ സ്പെല്ലിംഗ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും സ്പെല്ലിംഗ് അറിയാലേ? സ്പെല്ലിംഗ് അറിയാലേ? Then second, next question. Circle the biggest number and cross out the smallest numbers.
അവിടെ 3 നമ്പേഴ്സ് വീതമുള്ള കുറച്ച് സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതില് വലിയ നമ്പറിന്റെ ചുറ്റും വലിയ നമ്പറിനെ ഒരു ഇൻറ്റു മാർക്ക് ഇടുക. പിന്നെ ചെറിയ നമ്പറിന് സ്മോളർ നമ്പറിന്റെ ചുറ്റും ഒരു റൗണ്ട് വരയ്ക്കാം. ഒന്ന് ചെയ്ത് നോക്കി എല്ലാരും. ഒന്ന് ചെയ്ത് നോക്കിയേ. ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് 36, 71, 85. അതെ, അതിൽ 85 ആണ് ഏറ്റവും വലുത്. അതില് 85-ന് സർക്കിൾ കൊടുത്തിട്ടുണ്ട്. ചെറിയ നമ്പർ 36-ന് ക്രോസും കൊടുത്തിട്ടുണ്ട്. ചെറിയ നമ്പറിന് ക്രോസ് കൊടുക്കുക, വലിയ നമ്പറിന് സർക്കിൾ കൊടുക്കുക. ഒന്ന് ചെയ്ത് നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 36 ആണ് ചെറിയ നമ്പർ. സോ 36-ന് ഒരു ക്രോസ്. 85 ആണ് വലിയ നമ്പർ. സോ 85-നൊരു റൗണ്ട്. ഇനി നെക്സ്റ്റ് സെറ്റ് നോക്കിയേ. ഏതാ വലിയ നമ്പർ? സോറി, ഏതാ ചെറിയ നമ്പർ? ഏതാ ചെറിയ നമ്പർ? 52, 58, 53. അതില് 52 ആണ് ചെറുത്. സോ 52-നൊരു ക്രോസ് കൊടുക്കാം. ഇനി വലിയ നമ്പർ ഏതാ? 58. 58-നൊരു സർക്കിളും കൊടുക്കാം. Then next third one 39, 79, 37. 39-ഉം 79-ഉം 37-ഉം വെച്ച് നോക്കിയാൽ which one is the smallest number? ഏതായിരിക്കും? 37 is smallest number and 79 is biggest number. Right? The next one 62, 26, 82. 62, 26, 82. Then which is the smallest number? It is 26. 26 is the smallest number and 82 is the biggest number. Right? 26 is smallest number and 82 is biggest number. Then the next set 86, 89, 90. Which one is the smallest number? 86 is the smallest number and 90 is the biggest number. Then last set 79, 17, 71. Which one is the smallest one? 17 is the smallest number and 79 is the biggest one. Okay? 17 is the smallest number and 79 is the biggest number. Finish ചെയ്തോ? Finish ചെയ്തോ എല്ലാരും? Okay. നമുക്ക് അടുത്തൊരു വർക്കും കൂടി ചെയ്യാം അല്ലേ? സമയമുണ്ടല്ലോ. Then rewrite the numbers from the smallest to the biggest. Rewrite the numbers from smallest to the biggest. 3 നമ്പേഴ്സ് വീതമുള്ള 2 സെറ്റ് തന്നിട്ടുണ്ട്. സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് നമ്പേഴ്സ് എഴുതുന്നതിന് നമ്മൾ എന്താ പറയാ? The arrangement of numbers from smallest to biggest is called dash order. എന്ത് ഓർഡർ? എന്താ അമൃത? എന്ത് ഓർഡർ എന്നാ പറയാ നമ്മൾ സ്മോളസ്റ്റിൽ നിന്ന് ബിഗ്ഗസ്റ്റിലേക്ക് എഴുതുന്നതിനെ? Descending.
ഡിസെൻഡിങ് ആണോ? ഒന്നുകൂടെ ആലോചിച്ചോക്കെ. ചെറിയതിൽ നിന്ന് വലുതിലേക്ക്, സ്മോളസ്റ്റ് നിന്ന് ബിഗസ്റ്റിലേക്ക്. വിച്ച് ഓർഡർ? Ascending order. Okay. The arrangement of numbers from smallest to the biggest is called ascending order. Then അങ്ങനെയാണെങ്കിൽ the arrangement of numbers from biggest to the smallest ആണെങ്കിലോ? biggest നിന്ന് smallest ലേക്കാണെങ്കിൽ എന്താ പറയാ? എന്താ നിയ? Which order? Descending order. Very good. അപ്പോ ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാനും രണ്ടാമത് തന്നിരിക്കുന്നത് ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണം. അപ്പൊ ആദ്യം നിങ്ങൾ ഒന്ന് അസെൻഡിങ് ഓർഡർ ഒന്ന് എഴുതി നോക്കിയേ. 71, 85, 36 ആ മൂന്നെണ്ണത്തിനെ സ്മോളസ്റ്റിൽ നിന്ന് ബിഗസ്റ്റിലേക്ക് ഒന്ന് എഴുതി നോക്കിയേ. $71, 85, 36 ഇങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതാം. ഏറ്റവും ചെറുത് 36, അത് കഴിഞ്ഞാൽ 71, അത് കഴിഞ്ഞാൽ 85. സ്മോളസ്റ്റിൽ നിന്ന് ബിഗസ്റ്റിലേക്ക് എഴുതുമ്പോൾ 36, 71, 85. നെക്സ്റ്റ് 83, 48, 38. Which one is the smallest number? 83, 48, 38. Smallest number is 38. And next comes 48. And the biggest number is 83. ഇത് നമ്മളിപ്പോ ഏത് ഓർഡറിലാണ് എഴുതിയിരിക്കുന്നത്? From smallest to biggest. From smallest to biggest ആണ് ഇപ്പൊ നമ്മൾ എഴുതിയത്. നെക്സ്റ്റ് from biggest to smallest ആണെങ്കിലോ? From അടുത്തതും കൂടി ഒന്ന് എഴുതിയേ ഡിസെൻഡിങ് ഓർഡറിൽ. biggest to smallest. ആദ്യത്തെ ക്വസ്റ്റ്യൻ എത്രയായിരുന്നു? 90, 96, 92. എങ്ങനെയാ നമ്മൾ ഏറ്റവും വലുതിൽ നിന്ന് ചെറുതിലേക്ക് എഴുതുന്ന? ഏറ്റവും വലുത് 96. Next comes 92. The smallest number is 90. Then last one 48, 36, 58. 48, 36, 58. ഏതാ ഏറ്റവും വലിയ നമ്പർ? Which one is the biggest number? It is 58. Then next comes 48. Then the smallest number is 36. Okay. ഈ രണ്ട് ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ? ഇപ്പൊ ഹോംവർക്ക് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ? ഹോംവർക്ക് എല്ലാവരും കറക്റ്റ് ആയിട്ട് ചെയ്യാ. നിന്ന് തന്നെ അയച്ചു തരാ. ഓക്കെ. പേഴ്സണൽ നമ്പറിലേക്ക് പേഴ്സണലായിട്ട് അയച്ചു തന്നാൽ മതി. ഗ്രൂപ്പിൽ ഇടണ്ട കേട്ടോ. ഓക്കെ.
അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ് നമുക്കിപ്പോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഇനി നമുക്ക് അഡീഷനും സബ്ട്രാക്ഷനും കൂടി ഒന്ന് റിവൈസ് ചെയ്യാനുള്ളൂ. മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ നമുക്ക് ഇത്തവണ ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ഡിവിഷനും പഠിക്കാനുണ്ട്. ഓക്കെ, എല്ലാം നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് നല്ല മക്കളായിട്ട് പഠിക്കാം കേട്ടോ. എന്താ ചേരാ? മിസ്സേ പുസ്തകം കിട്ടിയില്ല. കിട്ടിയില്ലേ? ഇല്ല, കണ്ണൂര് വീട്ടില ജോസ്കിരിയില്ലേ ഞാൻ പണ്ട് നിന്നോണ്ട് വീട്ടില്. സാറില്ല മോള്, ബുക്ക് കിട്ടിയിട്ട് ടെക്സ്റ്റിൽ ചെയ്ത ഹോംവർക്ക് ചെയ്താൽ മതി. ഇപ്പം നമ്മള് എഴുതിയില്ലേ, ഇപ്പൊ മിസ് സ്ക്രീൻ ഷെയർ ചെയ്ത് കാണിച്ചതല്ലേ, അതൊന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചു. മിസ് അത് ഫോട്ടോ ഞാൻ ഇട്ട് തരാം. ടെക്സ്റ്റ് ഇല്ലാത്തവര് അതൊന്ന് നോട്ടിലേക്ക് എഴുതി വെച്ചു കേട്ടോ. ചെയ്യേണ്ട ഹോംവർക്ക് ടെക്സ്റ്റ് കിട്ടിയതിനു ശേഷം ചെയ്താൽ മതി. ഓക്കെ, ബൈ. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.